വ്യാജ ID കാർഡ് നിർമ്മാ കേസിലെ ഒന്നാം പ്രതിയായ പെന്നി നൈനാൻ ഷാഫി പറമ്പിലൂടെ വന്നതായിരുന്നു. അപ്പോൾ പിന്നീട് CCTV ദൃശ്യങ്ങൾ തന്നെ വ്യക്തമാക്കി പെന്നി നൈനാൻ അവിടെ വന്നു. അവിടെ ഈ പറയുന്ന പെട്ടിയും കൊണ്ടുവരുന്നു, ഒരു റൂമിലോട്ട് കൊണ്ടുപോകുന്നു. പിന്നീട് ഷാഫി, ശ്രീകണ്ഠൻ, ജ്യോതികുമാർ ചാമക്കാല, രാഹുൽ മാങ്കുട്ടത്തിൽ ഇവർ ഡയറക്റ്റ് ബോർഡ് റൂമിൽ ചെന്ന് ഈ പെട്ടി അതിനകത്തേക്ക് കൊണ്ടുപോകുന്നു. പിന്നീട് ആ പെട്ടി തിരിച്ചു കൊണ്ടുവരുന്നു, കാറിൽ കയറ്റുന്നു. മറ്റൊരു റൂമിൽ നിന്ന് മറ്റൊരു പെട്ടി കൊണ്ടുവരുന്നു. എന്നിട്ട് കോൺഗ്രസ് തന്നെ വ്യക്തമാക്കിയത് ഞങ്ങളുടെ ഉന്നതതല യോഗമാണ് എന്നാണ്. സാധാരണഗതിയിൽ ഒരു തെരഞ്ഞെടുപ്പ് രംഗത്ത് മുന്നണി സംവിധാനമാണ് ഉള്ളത്. ആ മുന്നണി സംവിധാനത്തിൽ DCCയുടെ പ്രസിഡന്റ് തന്നെ ഇല്ല. ആ യോഗത്തിൽ മുസ്ലിം ലീഗിന്റെ നേതാക്കളില്ല. എണ്ണപ്പെട്ട കോൺഗ്രസിന്റെ ഈ പറയുന്ന ചില ആളുകൾ മാത്രം, ഞാൻ ഈ പറഞ്ഞ ആളുകൾ മാത്രമാണ്. അപ്പോൾ ദുരൂഹത കുറച്ചുകൂടി വർദ്ധിച്ചു. മാത്രമല്ല പിന്നീട് CCTV ദൃശ്യങ്ങളെല്ലാം വ്യക്തമാക്കിയത് 2 പെട്ടി അവിടുന്ന് കൊണ്ടുപോകുന്നു. ഇതാണ് ഞങ്ങൾ ആദ്യം പറഞ്ഞത്. അപ്പോൾ മാധ്യമങ്ങളും ഏറെക്കുറെ ആ കാര്യത്തിൽ ദുരൂഹമായ സാഹചര്യമുണ്ട് എന്ന രൂപത്തിൽ തന്നെയായിരുന്നു മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. കാരണം അത്തരത്തിലുള്ളൊരു സംഭവങ്ങളാണ് അവിടെ ഇറങ്ങിയേറിയത്. തൊട്ടടുത്ത ദിവസത്തെ CCTV ദൃശ്യങ്ങൾ വീണ്ടും പുറത്തു വന്നു. അപ്പോഴാണ് ഒരു ഈ KPM ഹോട്ടലിൽ നിന്ന് പ്രസ് കോൺഫറൻസിൻ്റെ അല്ലേ നിങ്ങളുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് ചുമരോട് ചേർന്ന് നിൽക്കുന്ന ഒരു ഓഫീസിന് മുമ്പിൽ ഒരു കാറിൽ വന്നിറങ്ങുന്നു. ഒരു കാര്യമില്ല. അത് കഴിഞ്ഞ് 500 മീറ്റർ അപ്പുറത്ത് ഈ കയറിയ കാറിൽ നിന്ന് മറ്റൊരു കാറിൽ കയറുന്നു. അപ്പോൾ ചില സിനിമകളെ വെല്ലുന്ന രംഗങ്ങളായിരുന്നു അരങ്ങേറിയത്. അതും സംശയാസ്പദമായ കാര്യങ്ങൾക്ക് വേഗത കൂട്ടി. കാരണം സംശയമാണ് എന്നുള്ളത് തറപ്പിച്ച് പറയുന്ന രൂപത്തിലേക്ക് വന്നു. മറ്റൊന്ന്, എന്തിനാണ് ഈ പറയുന്ന റെയ്ഡ് ദിവസം രാത്രി ഞാൻ അവിടെ ഇല്ല, ഞാൻ കോഴിക്കോടെത്തി എന്ന് വിളിച്ച് പറയേണ്ട കാര്യം? അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു എന്ന് CCTV ദൃശ്യങ്ങൾ വ്യക്തമാക്കിയില്ലേ? എന്തിനാണ് അങ്ങനെ മറച്ചു വെച്ചത്? മറച്ചു വെക്കേണ്ട കാര്യമെന്ത്? മറ്റൊരു വിഷയം കൂടി പറയാം. 11:45 12 മണിക്കും ഇടയ്ക്ക് ശ്രീകണ്ഠനും ഷാഫി പറമ്പിലും ജ്യോതികുമാർ ചാമക്കാലയും KPM ഹോട്ടലിൽ നിന്ന് പോയി. ഏകദേശം 11:45 മണിയോടുകൂടി രാഹുൽ അവിടെ നിന്ന് പോയി. അപ്പോൾ 2 പെട്ടികളും രാഹുൽ വന്ന വാഹനത്തിൽ കയറ്റുന്നു. ആ പെട്ടി കയറ്റിയ വാഹനത്തിൽ രാഹുൽ കയറുന്നില്ല. മുമ്പിലൊരു വാഹനത്തിലാണ് കയറുന്നത്. തികച്ചും പൈലറ്റ് പോകുന്ന രൂപത്തിലായിരുന്നു പോയത്. പിന്നീട് 2 കാറ് മാറി കയറിയെന്ന് അദ്ദേഹം തന്നെ സമ്മതിച്ചിട്ടുണ്ട്. അതിനുശേഷം 12 മണിക്കകം 11:45 12 മണിക്കകത്ത് എന്നാണ് എൻ്റെ ഓർമ്മ. അവിടുന്ന് ശ്രീകണ്ഠൻ, ജ്യോതികുമാർ ചാമക്കാല, ഷാഫി പറമ്പിൽ പോകുന്നു. ഏകദേശം പോലീസ് അവിടെ എത്തുന്നത് ഈ സമയത്ത് തന്നെയാണ്. അതായത് ഇവർ അവിടെ നിന്ന് പോയി ഒരു 10 മിനിറ്റിനകം പോലീസ് പോയി. ഏകദേശം 1:30 മണിയോട് കൂടിയിട്ടാണ് 12 മണിയോടുകൂടി പോയ ഈ മൂവർ സംഘം തിരിച്ചെത്തുന്നത്. ആരൊക്കെ? ഷാഫിയും ശ്രീകണ്ഠനും ജ്യോതികുമാർ ചാമക്കാലയും. ഞാൻ ചോദിക്കട്ടെ, സാധാരണഗതിയിൽ പോലീസ് വന്ന് റെയ്ഡ് ചെയ്യുമ്പോൾ മഹിളാ കോൺഗ്രസ് നേതാക്കളുടെ റൂമിൽ അനധികൃതമായി കടന്ന് സെർച്ച് ചെയ്തപ്പോൾ വികാരം 1:30 മണിക്കല്ലല്ലോ പ്രദർശിപ്പിക്കേണ്ടത്. ആ 1:30 മണിക്ക് മുമ്പ് തന്നെ ഇവർക്ക് 12 മണിക്ക് പോയ ഇവർക്ക് വളരെ വേഗതയിൽ തന്നെ കോൺഗ്രസിൻ്റെ സാധാരണ പ്രവർത്തകർക്ക് കിട്ടിയ വിവരങ്ങൾക്ക് മുമ്പ് തന്നെ ഇവിടെ റെയ്ഡ് നടക്കണു എന്ന് ഇവർക്കറിയാം. പക്ഷേ ഇവർ 1:30 മണിയോട് കൂടിയിട്ടാണ് തിരിച്ചു വരുന്നത്. അതും സംശയമാണ്. ഞങ്ങൾ പറഞ്ഞത് ഇതെല്ലാം
കൊണ്ടുപോയ പണത്തെ സേഫായിട്ട് ഒളിപ്പിക്കാനുള്ള സമയങ്ങളായിരുന്നു. ഇനി നിങ്ങൾക്കൊരു ചോദ്യം സ്വാഭാവികമായിട്ടും ചോദിക്കാം, പോലീസ് ഒന്നും പറഞ്ഞില്ലല്ലോ, പോലീസ് ഒന്നും കണ്ടെത്തിയില്ലല്ലോ. ഞാൻ ചോദിക്കട്ടെ, കുർവാ സംഘത്തിന് ചോദ്യം ചെയ്യുമാതിരി ഇവരെ ചോദ്യം ചെയ്യാൻ പറ്റുമോ?